ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ കറി വളരെ ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 സവാളയാണ് ആവശ്യം. അത് നല്ല നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്ത് 2 സവാള അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമാണ് വഴറ്റാൻ ആവശ്യമായിട്ടുള്ളത്. ഒന്ന് മൂടി വെച്ചിട്ട് വഴറ്റുമ്പോൾ അത് പെട്ടെന്നൊന്ന് ആയി കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇതിങ്ങനെ വഴറ്റിയെടുക്കാം. ഇനി ഒന്നുകൂടി മൂടി വെച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ്. സവാള വാടിയിട്ടില്ലെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പിങ്ക് ഷെയ്ഡ് ആവണം. പിങ്ക് ഷെയ്ഡ് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡും ആയി കിട്ടിയാൽ നല്ലത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഏകദേശം ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തെടുക്കാം. 2 സവാള 1 തക്കാളി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം നമുക്ക് വേസ്റ്റായി പോവില്ല ഈ ഒരു കറി ഉണ്ടാക്കുമ്പം. അപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഈ തക്കാളി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം, ഒന്ന് ഉടഞ്ഞ് കിട്ടണം തക്കാളി. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു 5 മിനിറ്റ് സമയം. ആ ഒരു സമയം ഒരു കപ്പ് നല്ല ചൂടാക്കി എടുക്കണം വെള്ളം. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കറിയിൽ. അല്ലെങ്കിൽ കറിക്കൊരു വെള്ളത്തിൻ്റെ ചൊയ വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചൂടാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു കപ്പ് വെള്ളം എടുത്താൽ മതി. ഞാൻ ഒരു കപ്പാണ് 250 ml കപ്പിന് 1 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വീണ്ടും 1 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യം. ഏകദേശം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ആവശ്യം ഗരം മസാലയാണ്. അതും 1/2 ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടണം. ഏകദേശം ഒരു 2 മിനിറ്റ് സമയം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടി ഇട്ടാൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ഒരു മൂടി വെച്ച് നമുക്ക് അടച്ച് വയ്ക്കണം. ഏകദേശം 1 കിലോ ചിക്കൻ മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആദ്യം ഒന്ന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്താൽ നല്ലതാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടില്ല. എന്നാലും ചിക്കന് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയം. ഇനി നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി.
എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒഴിച്ചാൽ മതി. ഏകദേശം അത് ഒന്ന് ചിക്കൻ ഒന്നും ഫുള്ള് ഒന്ന് ലെവലായിട്ട് വെള്ളം ഉണ്ടായാൽ മതി. കാരണം ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം വരും. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മൂടി വയ്ക്കുക. ഒരു അരമണിക്കൂറാണ് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ളത്. ഇത് കുറച്ച് ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം അരമണിക്കൂർ സമയം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വല്ലാതെ കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് സമയമായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചിക്കൻ ഒന്ന് തൊട്ട് നോക്കണം. പല ചിക്കൻ്റെ വേവും പലതായിരിക്കും. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ മെനു നല്ല ചോറും കപ്പയും പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല ചൂട് ചിക്കൻ കറിയുമാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറും ചിക്കൻ കറിയും കപ്പയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. വളരെ ഈസിയുമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.